ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പാർട്ട് 2 ഭാഗമാണ്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആരുടെ കുറിച്ചാണ്? അനിഴം തിരുനാളിനെ കുറിച്ച് അല്ലേ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, അതിനുശേഷം ഈ വീഡിയോയും കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, റാണി ഗൗരി ലക്ഷ്മിബായി, ഈ 3 പേരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, രണ്ടാമത്തെ വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം കോഡ് പറയാം. ഓക്കെ, ധർമ്മരാജ, കിഴവൻ രാജ എന്ന പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാണ്. രണ്ടാം തൃപ്പടിദാന സമയത്തെ രാജാവ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. നെടുങ്കോട്ട പണിയിച്ചു. ആട്ടക്കഥകൾ എഴുതിയ രാജാവ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആട്ടക്കഥയാണ് രാജസൂയം ആട്ടക്കഥ. കൊച്ചിയും തിരുവിതാംകൂറും നടന്ന സുചീന്ദ്രം ഉടമ്പടി സമയത്തെ രാജാവ്. ഹൈദരലി, ടിപ്പു എന്നിവരുടെ മലബാർ ആക്രമണ സമയത്തെ രാജാവ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കോഡ് പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് കാർത്തിക തിരുനാൾ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാർത്തിക എൻ്റെ അച്ഛൻ്റെ നാളാണ്, അപ്പോൾ ഞാൻ അതുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കോഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഈ കാറല്ലേ, ഇപ്പോൾ കാർത്തിക തിരുനാൾ കാറ്, ഇപ്പോൾ കാറൊക്കെ ഓടിക്കുന്നത് അച്ഛനാണെന്ന് കണക്ട് ചെയ്യുക. കാറൊക്കെ ഓടിക്കുന്നത് ആരാണ്? അച്ഛനാണ്. അപ്പോൾ അച്ഛനുമായിട്ട് നിങ്ങൾക്ക് ഇത് മൊത്തം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം. ധർമ്മരാജ, കിഴവൻ രാജ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ധർമ്മരാജ, കിഴവൻ രാജ. അപ്പോൾ ധർമ്മരാജ പറയുമ്പോൾ ധർമ്മം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അച്ഛനാണെന്ന് കണക്ട് ചെയ്യുക. അതുപോലെ വയസ്സായ വ്യക്തിയാണ് അച്ഛൻ, അതായത് കിഴവൻ. ഓക്കെ, കിഴവൻ രാജ, കിഴവൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ ഓർമ്മ വരണം. ഓക്കെ, അതുപോലെ ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മങ്ങൾ അല്ലേ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ, ധർമ്മത്തിന് വേണ്ടി പോരാടുന്നത് അച്ഛനാണെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരണ്ടേ? അച്ഛൻ. അപ്പോൾ കാറ്, കാർത്തിക, അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ആൻസറിൽ എത്തണം. ഓക്കെ, അപ്പോൾ ധർമ്മരാജ, കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാൾ. രണ്ടാമത്തെ പോയിന്റ്, തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഓക്കെ, രണ്ടാം തൃപ്പടിദാനം നടന്ന സമയത്ത് ആരായിരുന്നു രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. രണ്ടാം തൃപ്പടിദാനം നടന്നത് ഏത് വർഷമാണെന്ന് ചോദിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1766 നടന്നത്. അപ്പോൾ നമ്മൾ ഒന്നാം തൃപ്പടിദാനം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 1750. അതിനുശേഷം 16 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 66. അപ്പോൾ 66 രണ്ടാം തൃപ്പടിദാനം നടന്നിട്ടുള്ളത്, 1766. ഓക്കെ, നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മളെ അച്ഛനാണെന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അച്ഛൻ, കാറ്, കാർത്തിക തിരുനാളായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, നെടുങ്കോട്ട പണിയിച്ചു എന്ന് പറയുമ്പം നെടുക്കും അല്ലേ. അച്ഛനൊക്കെ ചീത്ത പറയുന്ന സമയത്ത് വീടൊക്കെ അങ്ങനെ നെടുക്കൂലേ, നെടുങ്ങിപ്പോവില്ല നമ്മളൊക്കെ. അപ്പം നെടുങ്കോട്ട പണിയിച്ചത്, നെടുങ്കോട്ട അല്ലേ, കാർത്തിക തിരുനാളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെടുങ്കോട്ട പണിയിച്ചത് കാർത്തിക തിരുനാൾ. നെക്സ്റ്റ്, ആട്ടക്കഥകൾ എഴുതിയ വ്യക്തിയാണ് കാർത്തിക തിരുനാൾ. കഥകളൊക്കെ എഴുതുന്ന വ്യക്തിയാണ് അച്ഛന്ന് കണക്ട് ചെയ്താൽ മതി. വേറെ ആരും അങ്ങനെ പറയുന്നില്ല. നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാര്യത്തിൽ വേറെ ആരും ആട്ടക്കഥകൾ എഴുതിയതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും ആട്ടക്കഥകൾ എന്ന് പറയുമ്പോൾ കഥയൊക്കെ എഴുതുന്നത് അച്ഛനാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കഥയൊക്കെ പറഞ്ഞു തരുന്നത് അച്ഛനല്ലേ ചെറുപ്പത്തിൽ. അപ്പോൾ അതൊന്നും കണക്ട് ചെയ്യുക. ആട്ടക്കഥകൾ എന്താണ്, കഥയൊക്കെ പറയുന്നത് അച്ഛനാണ്, കാർത്തിക തിരുനാൾ. ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആട്ടക്കഥയാണ് രാജസൂയം ആട്ടക്കഥ. അതെങ്ങനെ കണക്ട് ചെയ്യാം? രാജസൂയം, അസൂയം അല്ലെ, കുറച്ച് അസൂയൊക്കെ ഇല്ല ഒരാളാണ് നമ്മുടെ അച്ഛന്ന് കണക്ട് ചെയ്യുക. കുറച്ച് അസൂയൊക്കെ ഉണ്ട്. ഓക്കെ, രാജസൂയം ആട്ടക്കഥ. ആരാണ് അസൂയൊക്കെ ഉള്ളത്? അച്ഛൻ, കാർത്തിക തിരുനാൾ. ദെൻ കൊച്ചിയും തിരുവിതാംകൂറും നടന്ന സുചീന്ദ്രം ഉടമ്പടി സമയത്ത് രാജാവായിരുന്നു. കൊച്ചിയും തിരുവിതാംകൂറും നടന്ന സുചീന്ദ്രം ഉടമ്പടി സമയത്ത്.
അപ്പോൾ ഈ ശുചീന്ദ്രം ഉടമ്പടി എന്ന് പറയുമ്പോൾ നല്ല ശുചിത്വമുള്ള ആളാണ് നമ്മളെ അച്ഛന് കണക്ട് ചെയ്യുക, ശുചിത്വമുള്ള ആൾ. അപ്പം ഈ ശുചീന്ദ്ര ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ശുചീന്ദ്രം ഉടമ്പടി സമയത്താണെന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് ശുചിത്വമുള്ളത് അച്ഛനാണ്. അപ്പോൾ ഉടമ്പടി ഓക്കെ കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹൈദരലി, ടിപ്പു എന്നിവരുടെ മലബാർ ആക്രമണ സമയത്ത് രാജാവ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാം? ആക്രമണ സമയത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ അച്ഛനല്ലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ആക്രമണ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അച്ഛനാണ്. അതുകൊണ്ട് ഹൈദരലി, ടിപ്പു എന്നിവരുടെ മലബാർ ആക്രമണ സമയത്ത് ആരാണ് രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണെന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ധർമ്മരാജ, കിഴവൻ രാജ, അതുപോലെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം നമ്മൾ വീടൊക്കെ മാറുന്നതുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. വീടൊക്കെ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പം ആദ്യം നമ്മുടെ വീട് പത്മനാഭപുരത്താണെന്ന് വിചാരിക്കുക. പിന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അച്ഛനാണെന്ന് വിചാരിക്കുക. ഓക്കെ, പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. രണ്ടാം തൃപ്പടിദാനം അല്ലേ, 1766. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്, നെടുങ്കോട്ട പണിയിച്ച രാജാവ്, ആട്ടക്കഥകൾ എഴുതിയ രാജാവ്, രാജസൂയം ആട്ടക്കഥ എഴുതിയ രാജാവ്, കൊച്ചിയും തിരുവിതാംകൂറും നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ രാജാവ്, ഹൈദരലി, ടിപ്പു എന്നിവരുടെ മലബാർ ആക്രമണ സമയത്തെ രാജാവ്. ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങി. ബാലരാമഭാരതം എഴുതി റോമിലെ പോപ്പിന്റെ കത്ത് കിട്ടി അല്ലെ, കത്ത് ലഭിച്ച രാജാവ്. ഇദ്ദേഹത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത്, കാർത്തിക തിരുനാളിന്റെ മന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ്. സമകാലികനായിട്ടുള്ള കവി ഉണ്ണായി വാര്യർ. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോഴുള്ള രാജാവ്. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് ആര്? പഴശ്ശിരാജ. ഓക്കെ, ദെൻ കുലശേഖര മണ്ഡലം, അതായത് ആയിരങ്കൽ മണ്ഡലം പണിയിച്ച സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള പറയാം. ആദ്യം ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലക്ക് വാങ്ങുന്നതൊക്കെ നമ്മുടെ ഫാദർ ആയിരിക്കുമല്ലോ, അച്ഛനായിരിക്കുമല്ലോ വിലക്ക് വാങ്ങുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഒക്കെ വിലക്ക് വാങ്ങിയത് കാർത്തിക തിരുനാളാണെന്ന് കണക്ട് ചെയ്ത് വെക്കാം. ദെൻ ബാലരാമഭാരതം എഴുതി. ഓക്കെ, ഈ ബാലരാമഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടാണ് ഈ ബാലരാമഭാരതം എന്ന കൃതി ഇദ്ദേഹം രചിച്ചത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം. ബാലരാമഭാരതം എഴുതി. അതെങ്ങനെ കണക്ട് ചെയ്യാം? ബാലരാമ അല്ലെ, ബാലരമയൊക്കെ നമുക്ക് വാങ്ങിത്തരുന്നത് ആരാണ്? നമ്മുടെ അച്ഛനല്ലേ. അപ്പോൾ ബാലരാമഭാരതം ബാലരമയുമായിട്ട് കണക്ട് ചെയ്യാലോ, അച്ഛനുമായിട്ട് കണക്ട് ചെയ്യാലോ. ബാലരമയൊക്കെ വാങ്ങിത്തരുന്നത് അച്ഛനാണ് അല്ലേ. ബാലരാമഭാരതം എഴുതിയത് ആരാണ്? അച്ഛൻ. കാർത്തിക തിരുനാൾ. ഓക്കെ, നെക്സ്റ്റ് റോമിലെ പോപ്പിന്റെ കത്ത് കിട്ടി. അല്ലേ. പോപ്പ് പറഞ്ഞ വലിയൊരു വ്യക്തിയല്ലേ. അപ്പോൾ അവര് ബാക്കിയുള്ളവർ കഴിക്കില്ല. അച്ഛനാണ് മെയിനായിട്ടുള്ള ആൾക്കാർക്കും കത്തൊക്കെ അയക്കുക. അപ്പം റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച രാജാവാണ് ആര്? നമ്മളെ കാർത്തിക തിരുനാൾ. നെക്സ്റ്റ് ഇദ്ദേഹത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജാ കേശവദാസുമാണ്. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അച്ഛൻ മീൻസ് അയ്യപ്പനും കോശിയും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ അയ്യപ്പനും കോശിയും എന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതായത് മന്ത്രിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ കാർത്തിക തിരുനാളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കാർത്തിക തിരുനാളിൻ്റെ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ അയ്യപ്പനും കോശിയും. സിനിമ ആലോചിച്ചാൽ മതി. അയ്യപ്പനും കോശിയും, അതായത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും അയ്യപ്പനും കോശിയും മന്ത്രിമാരാണ് കേട്ടോ, മന്ത്രിമാർ. നെക്സ്റ്റ് സമകാലികനായിട്ടുള്ള കവി എന്ന് പറയുന്നത് ഉണ്ണായി വാര്യരാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഉണ്ണാൻ വരാറുണ്ട്. ഉണ്ണായി വാര്യർ. അപ്പോൾ ഉണ്ണാനിരിക്കുന്ന സമയത്ത് ആദ്യം എന്തെങ്കിലും സംസാരിക്കുമല്ലേ. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഉണ്ണുന്നത് തുടങ്ങുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കവിയാണ്. ഓക്കെ, ഉണ്ണായി വാര്യർ. ഉണ്ണുമ്പം കവി പാട്ടൊക്കെ പാടിയിട്ടാണ് ഉണ്ണാൻ തുടങ്ങുക. ആര്? അച്ഛൻ. അപ്പോൾ കാർത്തിക തിരുനാളിൻ്റെ സമകാലികനായിട്ടുള്ള കവിയാണ് ഉണ്ണായി വാര്യർ. മനസ്സിലാവുന്നുണ്ടല്ലോ.
നെക്സ്റ്റ് കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ രാജാവ്. കിഴക്കേ കോട്ട പടിഞ്ഞാറേ കോട്ട, കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോഴുള്ള രാജാവ്. നെക്സ്റ്റ് ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവ് പഴശ്ശിരാജയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചി രാജാവാണ് ആര്? പഴശ്ശിരാജ. ഓക്കെ, ധർമ്മരാജ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ധർമ്മം, ഓക്കെ അല്ലെ, ധർമ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അച്ഛനാണ്. കാർത്തിക തിരുനാൾ, അപ്പോൾ കാർത്തിക തിരുനാളുമായിട്ട് സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് ആര്? പഴശ്ശി. അപ്പോൾ ഈ അച്ഛന് ഇടക്കിടയ്ക്ക് പഴമൊക്കെ തിന്നുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. പഴശ്ശിരാജ പഴമൊക്കെ തിന്നുകൊണ്ടിരിക്കും. പഴശ്ശിരാജ. കുലശേഖര മണ്ഡലം, ആയിരങ്കൽ മണ്ഡലം പണിയിച്ച സമയത്ത് അല്ലേ പണിയിച്ചത്. അതെങ്ങനെ കണക്ട് ചെയ്യാം? അച്ഛൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൊലയൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ, വീട്ടിലെ പിള്ളേർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കൊലയില്ലേ, വാഴക്കൊലയൊക്കെ കൊണ്ടുവരാറുണ്ടെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, കുലശേഖര മണ്ഡലം, ആയിരങ്കൽ മണ്ഡലം. അപ്പോൾ നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒറ്റക്കൽ മണ്ഡലം. ഓക്കെ, ഒറ്റക്കൽ മണ്ഡലം പണിയിച്ചത് ആരാണ്? അനിഴം തിരുനാളാണ്. എന്നാൽ ആയിരങ്കൽ മണ്ഡലം അല്ലെങ്കിൽ കുലശേഖര മണ്ഡലം പണിയിച്ചത് ആരാണ്? നമ്മുടെ അച്ഛനാണ്. അതായത് കാർത്തിക തിരുനാളാണ്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങി. ബാലരാമ ഭാരതം എഴുതി. റോമിലെ പോപ്പിൻ്റെ കത്ത് കിട്ടി. മന്ത്രിയാണ് അയ്യപ്പനും കോശിയും. അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള, രാജാ കേശവദാസ്. ദെൻ സമകാലികനായി ഉണ്ണാൻ വരുന്നത് ഉണ്ണായി വാര്യർ എന്നൊരു കവിതയ്ക്ക് പാടും, ഓർമ്മയുണ്ടല്ലോ. ദെൻ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി പൂർത്തിയാക്കുമ്പോൾ രാജാവ്. ധർമ്മരാജയുമായി സഖ്യം ഉണ്ടാക്കിയ കൊച്ചിയിലെ രാജാവാണ് ആര്? പഴശ്ശിരാജ. കുലശേഖര മണ്ഡലം അല്ലെങ്കിൽ ആയിരംകൽ മണ്ഡലം പണിയിച്ച രാജാവ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു മന്ത്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മന്ത്രിമാരാണ് രണ്ടാൾക്കാർ, അത് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളിയും രാജാ കേശവദാസും, അയ്യപ്പനും കോശിയും. അപ്പോൾ ആ സമയത്ത് മന്ത്രി എന്നുള്ളതിന് ഒരു പേര് വിളിക്കാറുണ്ട്, ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, ദളവ എന്നാണ് പൊതുവെ വിളിക്കുന്നത്, പിന്നീടാണ് ദിവാൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് രണ്ട് പേരെ ഒന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വ്യക്തി രാജാ കേശവദാസിനെയാണ് ആദ്യം പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിവാൻ സ്ഥാനപ്പേര് ലഭിച്ച ആദ്യത്തെ ദളവയാണ് രാജാ കേശവദാസ്. കേശവപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, കേശവപിള്ള. വലിയ ദിവാൻജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, വലിയ ദിവാൻജി. കാരണം ആദ്യത്തെ ദിവാനല്ലേ, ദിവാൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ ആദ്യത്തെ ദളവയാണ്, അതുകൊണ്ട് തന്നെ വലിയ ദിവാൻജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ചാലക്കമ്പോളം, ആലപ്പുഴ നഗരം എന്നിവയുടെ ശില്പിയാണ്. ചാലക്കമ്പോളം, ആലപ്പുഴ നഗരം. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ഈ ഇംഗ്ലീഷിൽ നമ്മൾ രണ്ടല്ലല്ലേ എഴുതല് മംഗ്ലീഷ് ആകുമ്പോൾ, അപ്പോൾ അത് ളാന്നായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കാണ്. ഓക്കെ, തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനാണ്. രാജ എന്ന പദവി നൽകിയത് ആരാണ്? പ്രഭു മോണിങ്ടൺ. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് പറയാം. രാജാ കേശവദാസ് ആണല്ലോ, അപ്പോൾ രാജ ചാല ആല എന്നാലേക്കുക, രാജ ചാല ആല. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രാജ മീൻസ് രാജാ കേശവദാസ്, ചാലക്കമ്പോളം, ആലപ്പുഴ നഗരം. ഇതിൻ്റെ രണ്ട് ശില്പിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ രാജ ആല ഇതങ്ങ് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വലിയ ദിവാൻജിയാണ്. അപ്പോൾ ആദ്യത്തെ ദിവാൻ സ്ഥാനപ്പേര് കിട്ടുകൊണ്ടാണ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെടുങ്കോട്ട പണിത ദിവാനാണെന്ന് ആലോചിക്കുക. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നെടുങ്കോട്ട പണിത രാജാവ് നെടുക്കുന്നതാരാണ്? നമ്മുടെ കാർത്തിക തിരുനാളല്ലേ. അപ്പോൾ കാർത്തിക തിരുനാളിൻ്റെ കൂടെ തന്നെയാണ് ഇയാളും ഉണ്ടായിരുന്നത്. അപ്പോൾ രാജാവ് എന്ന് ചോദിച്ചാൽ നെടുങ്കോട്ട പണിത രാജാവ് എന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ പറയണം. ദിവാൻ എന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് എന്നും പറയണം കേട്ടോ, അത് മാറിപ്പോരുത്.
നെക്സ്റ്റ്, രാജ എന്ന പദവി ലഭിച്ചത് മോണിങ്ടൺ പ്രഭു അല്ലെ നൽകിയത്. രാജ എന്ന പദവി നൽകിയത് ആയിരിക്കും? രാജ കേശവദാസിന്. കേശവദാസ് എന്നാണ് നോർമലി. അപ്പോൾ രാജ കേശവദാസ് രാജ എന്നുള്ള ഒരു പദവി ലഭിച്ചത് മോണിങ്ടൺ പ്രഭുവാണ് നൽകിയത്. അതെങ്ങനെ ആലോചിക്കാം? ഓക്കെ, ഒരു ദിവസം മോർണിംഗിൽ വന്നിട്ടാണ് രാജ എന്ന പദവി നൽകിയതെന്ന് ആലോചിക്കുക. രാജ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ഒരു ദിവസം മോർണിംഗിൽ വന്നിട്ടാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. രാജാ കേശവദാസ് ദിവാൻ സ്ഥാനപ്പേര് ലഭിച്ച ആദ്യ ദളവയാണ്. കേശവപിള്ളയാണ് യഥാർത്ഥ നാമം. വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നുണ്ട്. രാജ ചാല ആല അല്ലെ, രാജ ചാല കമ്പോളം, ആല ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പിയാണ്. തൃശ്ശൂരുള്ള നെടുങ്കോട്ട പണിത വ്യക്തിയാണ്. രാജ എന്ന പദവി നൽകിയത് ഒരു മോർണിംഗിൽ ഒരാൾ വന്നിട്ടാണ് പദവി നൽകിയത് എന്ന് ആലോചിക്കുക, മോണിങ്ടൺ പ്രഭു. നെക്സ്റ്റ്, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. രണ്ടാമത്തെ വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ്. ധർമ്മരാജയുടെ ആദ്യ ദളവ. ഓക്കെ, ആദ്യത്തെ ദളവ ഇയാളാണ് കേട്ടോ. ദളവ, ആദ്യത്തെ ദളവ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും ദിവാൻ സ്ഥാനപ്പേര് ലഭിച്ച ആദ്യ ദളവ രാജാ കേശവദാസ്. ഓക്കെ, അപ്പോൾ കണക്കിന് പറയുകയാണെങ്കിൽ ധർമ്മരാജ അതായത് കാർത്തിക തിരുനാളിൻ്റെ ആദ്യ ദളവ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രണ്ടാമത്തെ ദളവ രാജാ കേശവദാസുമാണ്. എന്നാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ സമയത്ത് ദളവ എന്നുള്ള പേര് തന്നെയാണ് ഉണ്ടായത്. എന്നാൽ ദിവാൻ എന്ന പേര് വന്നിട്ട് ആദ്യമായിട്ടായത് ആരാണ്? രാജാ കേശവദാസാണ്. അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ദിവാനാണ് ഇമ്പോർട്ടൻ്റ്. ദിവാൻ സ്ഥാനപ്പേര് ലഭിച്ച ആദ്യ ദളവ എന്ന് പറയുന്നതാണ് രാജാ കേശവദാസ്. അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്ത് പോകരുത് കേട്ടോ. ഓക്കെ, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ്. ധർമ്മരാജയുടെ ആദ്യ ദളവയാണ്. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം അങ്ങനെ 3 വിഭാഗമായിട്ട് മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. സുചീന്ദ്രൻ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയ കോഡ് പറയാം. അയ്യപ്പൻ വർക്കല നഗരത്തിൻ്റെ ശില്പി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വർക്കല വരുമ്പോൾ അയ്യപ്പൻ്റെ ശില്പമെല്ലാം നമ്മൾ ഉണ്ടാക്കൂലേ, അതൊരു ഭയങ്കര വർക്കാണെന്ന് ആലോചിക്കുക. അപ്പോൾ അയ്യപ്പൻ്റെ ശില്പം നമ്മൾ ഉണ്ടാക്കുമല്ലോ, അയ്യപ്പൻ്റെ ശില്പം. അപ്പോൾ ആ ശില്പമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു വർക്കല്ലേ, അതൊരു വർക്കാണ്. ഓക്കെ, അപ്പോൾ വർക്കല നഗരത്തിൻ്റെ ശില്പി പറയുമ്പോൾ വർക്ക് എന്താണ്? അയ്യപ്പൻ ശില്പം ഉണ്ടാക്കുന്ന വർക്ക്. ഓക്കെ, അങ്ങനെ വർക്കല നഗരത്തിൻ്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, ധർമ്മരാജയുടെ ആദ്യ ദളവയാണ്. ഓക്കെ, തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം 3 റവന്യൂ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സുചീന്ദ്രൻ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. സുചീന്ദ്രം അല്ലെ, ശുചിയില്ലത് അച്ഛനാണ് പറഞ്ഞിട്ട് നേരത്തെ കാർത്തിക തിരുനാൾ. അപ്പം ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവച്ച ദിവാനാണ്, ദളവയാണ് ആര്? ശുചിയില്ലതായിരിക്കാണ് അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ നല്ല ശുചിയൊക്കെ ആയിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ സുചീന്ദ്രം അയ്യപ്പനായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യമുള്ളൂ. അയ്യപ്പൻ മാർത്താണ്ഡവർമ്മ വർക്കല നഗരത്തിൻ്റെ ശില്പി, ധർമ്മരാജയുടെ ആദ്യ ദളവയാണ്. അതുപോലെ ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ വ്യക്തിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, ഞാൻ കാര്യങ്ങൾ വായിക്കാം. ഏറ്റവും ദുർബലനായ രാജാവാണ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയ സമയത്ത് രാജാവ്. ആ സമയത്ത് റെസിഡൻ്റ് ആയിരുന്നു മെക്കാളെ പ്രഭു. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. ഓക്കെ, വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ചത് വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയല്ലേ. അപ്പോൾ ബാലരാമവർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഇമേജിൻ ഉണ്ടാക്കുക. അതായത് അത്ര വരെ നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു ഭരണം അവിട്ടം തിരുനാളിൻ്റെ കാലത്തോട് കൂടിയിട്ട് അങ്ങ് ക്ഷയിച്ചു പോകാൻ തുടങ്ങുക. കാരണം അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ ദുർബലനായ രാജാവ് എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഓരോരോ സൂത്രപ്പണികളിലൊക്കെ ഇവർ പോയി വീണ ഒരാളാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ദുർബലനായ രാജാവ് എന്ന് പറയുന്നത് അവിട്ടം പൊട്ടിയ ഒരു രാജാവാണ് അല്ലേ. ഭരണകാര്യത്തിൽ പൊട്ടിയ ഒരു രാജാവാണ്. പൊട്ടിയ ഒരു വട്ട് കേസ് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ദുർബലൻ, അപ്പോൾ വട്ടില്ലവരൊക്കെ ദുർബലന്മാരായിരിക്കുമല്ലോ. വട്ട് ദുർബലൻ. അപ്പോൾ ഏറ്റവും ദുർബലനായ രാജാവാണ്. തിരുവിതാംകൂറിൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ രാജാവാണ്. ആ സമയത്തെ റെസിഡൻ്റാണ് മെക്കാളെ പ്രഭു. ഓക്കെ, അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം?
അവിട്ടം തിരുനാളല്ലേ, അവിട്ടം എന്ന് പറയുമ്പോൾ അവിട്ടം, വട്ടം, വട്ടത്തിലൊക്കെ കളിക്കുന്നത് ആരാണ്? മക്കളാണെന്ന് ആലോചിക്കുക. മക്കൾ വട്ടത്തിൽ കളിക്കുന്നത് മക്കളാണ്. അങ്ങനെ അധികം വട്ടത്തിൽ കളിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ തലകറങ്ങി നമ്മൾ ദുർബലനായിട്ട് അങ്ങ് വീഴുന്ന ചിന്തിച്ചാൽ മതി. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. അപ്പോൾ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ദിവാൻ വേലുത്തമ്പി ദളവ. അപ്പോൾ ഈ ദളവയുമായിട്ട് കണക്ട് ചെയ്യണം. കാരണം അവിട്ടം തിരുനാളിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദളവയാണ് ആര്? നമ്മുടെ വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അവിട്ടം അല്ലേ, വട്ടത്ത് കളിക്കുന്നത് ആര്? മക്കളാണ്. മക്കളുടെ കൂടെ മക്കളൊക്കെ കളിക്കുന്ന സമയത്ത് കുറച്ച് തുമ്പി ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. തുമ്പി ഇപ്പോൾ കുട്ടികൾ തുമ്പികളൊക്കെ ആയിട്ട് കളിക്കുമല്ലോ. അപ്പോൾ തുമ്പിയും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അധികം വട്ടം കറങ്ങിയാൽ എന്താവും? ദുർബലനാവുമെന്ന് വിചാരിക്കുക. ദുർബലം, നമ്മൾ തലയൊക്കെ കറങ്ങി നമ്മൾ വീണ് പോവില്ലേ, അങ്ങനെ നമ്മൾ ദുർബലനാവും. അപ്പോൾ ദുർബലനായ രാജാവാണ് മെക്കാള പ്രഭുവാണ് റെസിഡൻറ്റ് അല്ലേ. വേലുത്തമ്പി ദളവ, തുമ്പി, വേലുത്തമ്പി ദളവ ആ സമയത്തുണ്ടായിരുന്ന ദളവയാണ്. ഓക്കെ. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. ഓക്കെ. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥ, അതും ദളവയുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയും വേലുത്തമ്പി ദളവയും. അപ്പോൾ സൈനികന്മാർ നമ്മൾ സഹായിക്കുന്നത് വേല ചെയ്യാനാണെന്ന് ആലോചിച്ചാൽ മതി. സൈനിക സഹായ വ്യവസ്ഥയാണല്ലോ, സൈനികന്മാരെ നമ്മൾ സഹായിക്കുന്നത് വേല ചെയ്യാനാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ദിവാനാണ് വേലുത്തമ്പി ദളവ. സൈനികരെ സഹായിക്കുന്നത് വേല ചെയ്യാനാണ്. ഇനി വേലുത്തമ്പി ദളവ ആരുടെ കാലത്തെ, ഏത് രാജാവിൻ്റെ കാലത്തെ ദളവയായിരുന്നു ചോദിച്ചാലോ, വേലുത്തമ്പി. തുമ്പി എടുക്കുക. അപ്പോൾ തുമ്പിയാവുമ്പോൾ നമ്മളെന്താ, വട്ടം കറങ്ങും, മക്കൾ കറങ്ങും, അപ്പോൾ ദുർബലനാവും, അപ്പോൾ തുമ്പിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ചതാണ് വേലുത്തമ്പി ദളവ. അപ്പോൾ ആ തീരുമാനത്തിനെതിരെ ഉണ്ടായ ഒരു ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. ഓക്കെ. അവിട്ടം തിരുനാളിൻ്റെ സമയത്ത് 2 പേരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. വേലുത്തമ്പി ദളവയും ഉണ്ടായിരുന്നു, ഉമ്മിണിത്തമ്പിയും ഉണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. ഓക്കെ. വേലുത്തമ്പി ദളവയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1802 മുതൽ 1809 അദ്ദേഹം മരിച്ചത്. അപ്പോൾ 1802 മുതൽ 1809 വരെയാണ് അദ്ദേഹം ദിവാനായിട്ടുണ്ടായിരുന്നത്. ദിവാനായിട്ടുണ്ടായിരുന്ന കാലയളവാണ് കേട്ടോ ഇത്. 1802 മുതൽ 1809. കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപ് അതിൽ കൃഷിയോഗ്യമാക്കി. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. ഇത് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അത് എളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ കുണ്ടറ വിളംബരം നടന്നത് 1809. അപ്പോൾ കുണ്ടറ വിളംബരം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമാണ്, അത് ഭയങ്കര വലിയൊരു സാധനമാണ്. അപ്പോൾ 1809. ഓക്കെ. ദെൻ കുണ്ടറ വിളംബരം ആരോടാ വിളംബരം എന്തിനാ ചെയ്യുന്ന? സ്വാഭാവികമായിട്ട് ജനങ്ങൾ തടിച്ചുകൂടി ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ജനങ്ങൾ ജനുവരി. അപ്പോൾ ഈ ജനങ്ങൾ ഈ ഒന്നുപോലെയല്ലേ ജനങ്ങളൊക്കെ ഉണ്ടാവുക, ഒന്ന്. അപ്പോൾ 11. ഓക്കെ. അപ്പോൾ കുണ്ടറ വിളംബരം 1809 വലിയ സംഭവമായതുകൊണ്ട് 9. അപ്പോൾ ജനങ്ങളാണ് ഈ കുണ്ടറ വിളംബരം കേൾക്കുന്നത്. ജനങ്ങൾ ഒന്ന് പോലെയാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. എളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടന്നത്. ദെൻ ആത്മത്യാഗം ചെയ്തത് മണ്ണടിയിലാണ്. ഓക്കെ. ആത്മത്യാഗം മീൻസ് മരിച്ചത്. അപ്പോൾ മരിച്ചത് നമ്മൾ മണ്ണിൽ നിന്നല്ലേ മരിക്കുക, അതായത് അപ്പോൾ അവസാനം നമ്മൾ മണ്ണിലേക്കല്ലേ പോവുക. അപ്പോൾ ആത്മത്യാഗം ചെയ്തത് മണ്ണിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പം മണ്ണടി ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട. അതിനുശേഷം ഈ ബ്രിട്ടീഷുകാർ ഈ മൃതശരീരം കണ്ണമ്മൂല എന്ന സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ മൃതശരീരം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കണ്ണമ്മൂല, ഒരു മൂലക്ക്, ബ്രിട്ടീഷുകാരല്ലേ അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇന്ത്യക്കാരെ വലിയ വിലയൊന്നുമില്ലല്ലോ അവർക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂല കിട്ടിയിട്ട് പോവല്ലേ ചെയ്യുക. അതുപോലെ ഒരു മൂല, ബ്രിട്ടീഷുകാരാകുമ്പോൾ കണ്ണമ്മൂല. നമ്മൾ ആത്മത്യാഗം സ്വയം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണടി ക്ഷേത്രത്തിലാണ്. ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടീഷുകാർ ഒരു മൂലക്കിട്ട് പോയി എന്ന് ആലോചിച്ചാൽ മതി. മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. ഓക്കെ. ഇങ്ങോട്ട് വായിക്കാം. വേലുത്തമ്പി ദളവ 1802 മുതൽ 1809 വരെയാണ് അദ്ദേഹം ദളവയായിട്ടുണ്ടായിരുന്നത്. കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി സ്ഥാപിച്ചു.
സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. കുണ്ടറ വിളംബരം 1709 ജനുവരി 11. എളമ്പള്ളൂർ ക്ഷേത്രം. ആത്മത്യാഗം ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിലാണ്, പത്തനംതിട്ട. മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂല എന്ന പ്രദേശത്ത് പ്രദർശിപ്പിച്ചു. നെക്സ്റ്റ് പറയുന്നത് ഉമ്മണിത്തമ്പി. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ വേലുത്തമ്പി ദളവയെ കുറിച്ച് കുറച്ചൊരു കാര്യം കൂടി ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ വേലുത്തമ്പി ദളവ ജനിച്ചത് കന്യാകുമാരിയിലെ കൽക്കുളം എന്ന സ്ഥലത്താണ്. കന്യാകുമാരിയിലെ കൽക്കുളം അല്ലേ, വേലുത്തമ്പി ദളവയല്ലേ. അപ്പോൾ തമ്പി ഒക്കെ തുമ്പിയൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ല. ഇതിപ്പോൾ ജനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കുളത്തിൻ്റെ സൈഡിലാണെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് വിട്ടാൽ മതി. ഓക്കെ, കൽക്കുളം ഓക്കെ, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. വേലുത്തമ്പി ദളവ ജനിച്ചത് കന്യാകുമാരിയിലെ കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ പേര് തലക്കുളത്ത് വീട്. അദ്ദേഹത്തിൻ്റെ തല കണ്ട തറവാടാണല്ലോ, വേലുത്തമ്പി ദളവ ജനിച്ച് വീണ അല്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ തല കണ്ട തറവാടായതുകൊണ്ട് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഈ തുമ്പി ഉണ്ടാവുന്നത് ചെമ്പകത്തിൻ്റെ ചോട്ടിലാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വേല ചെയ്യുന്ന ആൾക്കാരാണ് തുമ്പീനെ കാണാനോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വേലായുധൻ ചെമ്പകരാമൻ തമ്പി, ചെമ്പകരാമൻ തമ്പി. ഓക്കെ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ആ പേരിൻ്റെ ഫുൾ ഫോം വേലായുധൻ ചെമ്പകരാമൻ തമ്പി, ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഉമ്മണിത്തമ്പി വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് ഉമ്മണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം എന്നിവ പണിതു. അതുപോലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ്. നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ട് ഒരു കോടതി സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ഇൻസുവാഫ് കച്ചേരി. ഓക്കെ, ഉമ്മണിത്തമ്പി അല്ലേ. ഓക്കെ, ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ഉമ്മണിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഉമ്മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത് അല്ലേ, ചെറുത് ഉമ്മണി. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ വിളിക്കില്ലേ, ഉമ്മണി എന്ന് വിളിക്കില്ലേ. അപ്പോൾ ഉമ്മണിത്തമ്പി എന്ന് പറയുന്നത് ഉമ്മണിയായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഉമ്മണി വഴി ഉമ്മണി ബാലൻ, ഇതാണ് എൻ്റെ കോഡ്. ഉമ്മണി വഴി ഉമ്മണി ബാലൻ. അപ്പോൾ അങ്ങനെ രണ്ടും ആകുമ്പോൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖം ബാലരാമപുരം പട്ടണവും കണക്ട് ചെയ്യാം. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം ബാലരാമ പട്ടണവും പണിതത് ആരാണ്? ഉമ്മണിത്തമ്പിയാണ്. ഓക്കെ, അപ്പോൾ ഉമ്മണിത്തമ്പി പറയുമ്പോൾ ഉമ്മണി വഴി ഉമ്മണി ബാലൻ. ഓക്കെ, പിന്നെ കണക്ട് ചെയ്യേണ്ടത് പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. ഒന്ന് ഈ ഉമ്മണിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പോലീസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, തോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് ആലോചിക്കുക. നെക്സ്റ്റ്, നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി. ഇൻസുവാഫ് എന്ന് പറയുമ്പം ആ വാഫ് എന്നാക്കുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉമ്മണിക്കുട്ടി, ഒരു നമ്മൾ ആവിടുക എന്നൊക്കെ പറയില്ല, ഉറക്കം വന്നു കഴിഞ്ഞാൽ ആവിടുമല്ലേ. അപ്പോൾ എനിക്ക് അതുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്നറിയില്ല, എനിക്ക് അത് വായിക്കുമ്പോൾ എനിക്ക് ആ ഒരു കണക്ഷനാണ് എനിക്ക് മനസ്സിൽ വന്നിട്ടുള്ളത്. ഉമ്മണിത്തമ്പി പറയുമ്പോൾ ഉമ്മണിക്കുട്ടി, ഒരു ഉമ്മണിക്കുട്ടി ഒരു വാഫ് ആവിയിടുന്നതാണ് വാഫ്. ഓക്കെ, ഇൻസുവാഫ് കച്ചേരി. ഓക്കെ, അങ്ങനെയായിട്ട് കണക്ട് ചെയ്യാം. അത് കോടതിയാണ് കേട്ടോ, നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതി. ഓക്കെ, അപ്പോൾ ഉമ്മണിത്തമ്പി എന്ന് പറയുന്നത് ഉമ്മണി വഴി ഉമ്മണി ബാലൻ. ഓക്കെ, ഉമ്മണി വഴി ഉമ്മണി ബാലൻ. അതുപോലെ ഇൻസുവാഫ് കച്ചേരി നീതിന്യായ നിർവഹണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കോടതിയാണ്. പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, റാണി ഗൗരി ലക്ഷ്മിബായി നാലാമത്തെ വ്യക്തിയാണ് കേട്ടോ. ഫസ്റ്റ് വനിതാ ഭരണാധികാരിയാണ്. അടിമ കച്ചവടം നിരോധിച്ചു. ദിവാൻ മൺറോ ആണ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ രാജാവ്. വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പാക്കി. ജില്ലാ കോടതി, അപ്പീൽ കോടതി, ജന്മിമാർക്ക് പട്ടയം കൊടുത്ത രീതി ആരംഭിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ചെറിയൊരു കോഡ് പറയാം, കോഡുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണേ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് പിടിച്ചു കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റാണി ഗൗരി പാർവതിബായി ഉണ്ട്. അപ്പോൾ സെയിം സാധനമാണ് കേട്ടോ.
അപ്പോൾ ലക്ഷ്മി പാർവതി അത് മാത്രമാണ് ഇവർക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മിയും പാർവതി. അപ്പോൾ ചെറിയത് ലക്ഷ്മി അല്ലേ, ലക്ഷ്മി 3 അക്ഷരമില്ലല്ലോ. പാർവതി പറയുമ്പോൾ പാർവതി 4 അക്ഷരമാണല്ലോ. അപ്പോൾ അത് രണ്ടാമത്. ആദ്യം ലക്ഷ്മി 3 അക്ഷരമുള്ള ലക്ഷ്മിയാണ് ആദ്യം, രണ്ടാമതാണ് ആര്, പാർവതി വരുന്നത്. ഓക്കെ. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഗൗരി ആയിട്ടാണ്. ഗൗരി മീൻസ് ഒരു ഗൗളി പല്ലി ഒക്കെ ഇല്ലേ, ഗൗളി. ഓക്കെ, ഞാൻ കോഡ് പറയാം. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത് ഗൗരിയാണ് അല്ലേ, ഗൗളിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഒരു കഥ പറയാം, ആ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ഓക്കെ, ആ പെൺകുട്ടീനെ ഒരു ഗൗളി കടിച്ചു. ഗൗളി മീൻസ് പല്ലി, ഒരു ഗൗളി കടിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ ഇത് കണ്ടിട്ട് ഗൗളിക്ക് 2 അടി കൊടുത്തു. അപ്പോൾ അടി കിട്ടിയപാട് ഗൗളി മണ്ണിലേക്ക് വീണു, നിലത്തേക്ക് വീണു, മണ്ണിലേക്ക് വീണു. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഒരു ഗൗളി കടിച്ചു. അത് അവരുടെ അമ്മ കണ്ടു. അമ്മ ആ ഗൗളിക്ക് 2 അടി കൊടുത്തു. ആ ഗൗളി എന്ത് ചെയ്തു, മണ്ണിലേക്ക് വീണു. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ പാട് എന്ത് ചെയ്തു, ആ ഗൗളി ചത്തു. കുറച്ച് സമയം കഴിഞ്ഞ പാട് ആ ഗൗളി ചത്തു. ഓക്കെ, അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ആ കുട്ടീനെയും കൂട്ടിയിട്ട് നേരെ ആശുപത്രി പോയി. കാരണം ഗൗളി കടിച്ചതല്ലേ, ആശുപത്രി പോകണ്ടേ. നേരെ അലോപ്പതി ആശുപത്രിയിൽ പോയി. അലോപ്പതി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത്. അതിനുശേഷം ആശുപത്രിക്കാർ അവിടെ നിന്ന് എന്ത് ചെയ്തു, വാക്സിനും എടുത്തു. പല്ലി കടിച്ചതല്ലേ, ഗൗളി കടിച്ചതല്ലേ, ഒരു വാക്സിനും എടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഗൗളി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ ഒരു ഗൗളി കടിച്ചു. അപ്പോൾ അമ്മ ആ ഗൗളിന് 2 അടി അടിച്ചു, അത് മണ്ണിലേക്ക് വീണു, ആ ഗൗളി ചത്തു. ഓക്കെ, അതിനുശേഷം ഈ അമ്മ ആ പെൺകുട്ടീനെ എടുത്തുകൊണ്ട് അലോപ്പതി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി വാക്സിൻ എടുത്തു. അതിനുശേഷം നേരെ അമ്മ അടുത്തേക്കാണ് പോയത് വിചാരിച്ചാൽ കോടതിയിലേക്ക് പോയി. കാരണം എന്താണ്, എൻ്റെ മോളെ എന്ത് കടിച്ചു, ഗൗളി കടിച്ചു, എനിക്ക് നീതി വേണമെന്നും പറഞ്ഞിട്ട് ജില്ലാ കോടതിയിലേക്ക്. ഓക്കെ, ആദ്യം നമ്മൾ ജില്ലാ കോടതിയിലല്ലേ പോവുക. അപ്പോൾ ജില്ലാ കോടതിയിൽ പോയി. അപ്പോൾ അവിടുന്ന് അമ്മക്ക് അനുകൂലമായിട്ടുള്ള കിട്ടിയിട്ടില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്തു, അപ്പീൽ കൊടുത്തു. അപ്പീൽ കോടതിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ കേസൊക്കെ കഴിഞ്ഞ് അവസാനം വിധി വന്നു. എന്താണ്, പല്ലികൾക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് പല്ലികൾക്ക് ഗവൺമെൻറ് പട്ടയം കൊടുക്കുകയാണെന്നുള്ള ഒരു വിധി വന്നു. അതായത് പല്ലികൾക്ക് പട്ടയം കൊടുക്കുന്ന. ഓക്കെ, അപ്പോൾ ഇതാണ് കഥ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒരു ഗൗളി കടിച്ചു. ആ ഗൗളി എന്ത് ചെയ്തു, ആ ഗൗളിനെ പെൺകുട്ടിയുടെ അമ്മ 2 അടി അടിച്ചു, മണ്ണിലേക്ക് വീണു. കുറച്ച് നേരത്തിന് ശേഷം ഗൗളി ചത്തു. അതിനുശേഷം നേരെ ആശുപത്രിയിൽ പോയി അലോപ്പതി ചികിത്സയൊക്കെ നേടി വാക്സിനും എടുത്തു. നേരെ കോടതിയിലേക്ക് പോയി, ജില്ലാ കോടതി. അപ്പോൾ കോടതിയിൽ പോയിട്ട് പല്ലിൻ്റെ ഗൗളിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് കിട്ടിയില്ല, നീതി കിട്ടിയില്ല. നേരെ അപ്പീൽ കൊടുത്തു. അപ്പീൽ കോടതി അവരെ റിജക്റ്റ് ചെയ്തു. അവസാനം പോയി വിധി വന്ന സമയത്ത് എന്തായിരുന്നു, ഗൗളിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പട്ടയം ഭൂമി അനുവദിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് കഥ. ഇതിൽ ഞാൻ ഗൗളി എന്ന് പറയുന്നത് ഗൗരി ലക്ഷ്മിബായി, ലക്ഷ്മിയാണ് ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പറഞ്ഞത് ഒരു പെൺകുട്ടി എന്നല്ലേ, അപ്പോൾ പെൺകുട്ടിയാകുമ്പോൾ വനിതാ ഭരണാധികാരി. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, വനിതയായിട്ട് പെൺകുട്ടിയെ ഗൗളി കടിച്ചു. അപ്പോൾ അമ്മ വന്ന് 2 അടി അടിച്ചു അല്ലേ. അപ്പോൾ അടിമ കച്ചവടം നിരോധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അടിമ കച്ചവടം നിരോധിച്ചത് എപ്പോഴാണ്, 2 അടിയാണെന്ന് വിചാരിച്ചാൽ മതി. 2 അടിയാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയും അടി കൊടുക്കലാണ്. 5 വിരലുകൊണ്ടാണ് അടി കൊടുക്കുക. അപ്പോൾ ഇതാണ് കോഡ് വരുന്നത്. 1812 2 അടി അടിച്ചു. എന്നാൽ ഒരു വർഷം ഫുള്ള് ഡിസംബർ വരെയും അവരടിക്കും. ഡിസംബർ വരെയും അടിക്കും. ഇതൊരു വർഷം മുഴുവൻ അടിക്കും. കൈ കൊണ്ടല്ലേ അടിക്കുക, കയ്യിൽ 5 വിരലുണ്ടല്ലോ. അപ്പോൾ 5 വിരലുകൊണ്ടാണ് അടിക്കലെന്നും കൂടി ചിന്തിക്കുക. അപ്പോൾ അടിമ കച്ചവടം നിരോധിച്ച ഡേറ്റ് 1812 ഡിസംബർ 5. ഓക്കെ, അങ്ങനെ എന്താ കോഡ് പറഞ്ഞത്, ഗൗരി അല്ലേ, വനിതേനെ ഒരു പെൺകുട്ടിയെ ഗൗളി കടിച്ചു, 2 അടി അടിച്ചു അമ്മ.
അതിനുശേഷം ഗൗളി എന്ത് ചെയ്തു? അടി കിട്ടിയ പാട് മണ്ണിലേക്ക് വീണു. മണ്ണ്, മൺറോ, ദിവാൻ, മൺറോ. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ സമയത്ത് ദിവാനായിരുന്നു ആര്? മൺറോ. ഒക്കെ കുറച്ച് കഴിഞ്ഞ പാട് എന്ത് ചെയ്തു? ഗൗളി ചത്തു. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്ന വ്യക്തിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ്, ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് രാജാവായിരുന്നു ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി. നെക്സ്റ്റ് എന്താണ്? വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പാക്കി. നേരെ ആശുപത്രി പോയി എന്ന് പറഞ്ഞു, അലോപ്പതി ചികിത്സക്കാണ് പോയത്, അവിടുന്ന് വാക്സിനും എടുത്തു. അപ്പോൾ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പാക്കി. അതിനുശേഷം അവരെവിടത്തേക്കാണ് പോയത്? കോടതിയിലേക്കാണ് പോയത്. ജില്ലാ കോടതിയിലേക്കും അപ്പീൽ കൊടുത്ത് അപ്പീൽ കോടതിയിലേക്കും പോയി. അതിനുശേഷം എന്താണ് വിധി വന്നത്? പട്ടയം, അല്ലേ? ഗൗളിക്ക് താമസിക്കാൻ ഒരുപാട് പട്ടയം ഭൂമി കൊടുത്തു. അതായത് ജന്മിമാർക്ക് പട്ടയം കൊടുക്കുന്ന രീതി ആരംഭിച്ചു. ഓക്കെ, ജന്മിമാർക്ക് പട്ടയം കൊടുക്കുന്ന രീതി ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗം മൊത്തം നിങ്ങൾക്ക് ഈ റാണി ഗൗരി ലക്ഷ്മിബായിനെ മൊത്തം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, റാണി ഗൗരി ലക്ഷ്മിബായി ഒരു വനിത ഉണ്ടായിരുന്നു. ആ വനിത എന്തായിരുന്നു? വനിതനെ പല്ലി കടിച്ചു, അമ്മ 2 അടി കടിച്ചു, മണ്ണിലേക്ക് വീണു. കുറച്ച് സമയം കഴിയുമ്പോൾ മരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ആശുപത്രിയിലേക്ക് പോയി, അലോപ്പതി ചികിത്സ, ദെൻ വാക്സിൻ എടുത്തു. ജില്ലാ കോടതിയിൽ പോയി അപ്പീൽ കൊടുത്തു. അപ്പീൽ കോടതി വിധി വന്നു. പട്ടയം കൊടുത്തു ആർക്ക്? ഗൗളിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ് കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗങ്ങൾ മൊത്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു മൺറോ, കേണൽ മൺറോ, അല്ലേ? ദിവാനായിരുന്നത് കേണൽ മൺറോ ആണെന്ന് പറഞ്ഞു. ലക്ഷ്മിബായിയുടെ. ഓക്കെ, അപ്പോൾ ഈ കേണൽ മൺറോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയാം. ഉമ്മണി തമ്പിക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ. ഓക്കെ, ചട്ടവരിയോലകൾ എന്ന പേരിലാണ് ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നു. ഫസ്റ്റ് അഹിന്ദുവായ ദിവാൻ. ബ്രിട്ടീഷ് മാതൃകയിൽ ഉള്ള ഭരണ സമ്പ്രദായം നടപ്പാക്കി. ബ്രിട്ടീഷുകാരനാണല്ലോ, അപ്പോൾ ബ്രിട്ടീഷ് മാതൃകയിലല്ലേ നടപ്പാക്കൂ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം നടപ്പാക്കി. കാര്യക്കാരൻ എന്ന പദവി മാറ്റി തഹസിൽദാർ എന്നാക്കി. ഓക്കെ, അപ്പോൾ 2-3 കാര്യത്തിന് ഞാൻ കോഡാക്കിയിട്ടുണ്ട്. കേണൽ മൺറോ, അല്ലേ? ഓക്കെ, ഉമ്മണിത്തമ്പിക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ്. യൂറോപ്യൻ മീൻസ് ബ്രിട്ടീഷിൽ നിന്ന് വന്നതല്ല, ബ്രിട്ടീഷുകാരനല്ല, അതുകൊണ്ടാണ് യൂറോപ്യൻ ദിവാൻ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? റെസിഡൻറ്റ് ദിവാൻ. റെസ്റ്റ് എന്ന് ആലോചിച്ചൂടെ? നമ്മൾ മണ്ണിലാണ് റെസ്റ്റ് എടുക്കുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, നമ്മുടെ കാലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം മണ്ണിൽ പോയി റെസ്റ്റ് എടുക്കും എന്ന് ആലോചിക്കുക. മൺറോ, മണ്ണ്, റെസിഡൻറ്റ് ദിവാൻ. റെസ്റ്റ് എടുക്കുന്നത് മണ്ണിലാണ്. മൺറോ, റെസിഡൻറ്റ് ദിവാൻ, മൺറോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കി. അതെങ്ങനെ ആലോചിക്കാം? ഈ നമ്മൾ ഓലയൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ? തെങ്ങിൻ്റെ ഓല. അപ്പോൾ ഓലയ്ക്ക് വലിച്ചു കൊണ്ടിരുന്നത് മണ്ണിലൂടെയാണെന്ന് ആലോചിച്ചാൽ മതി. ഓല മണ്ണിലൂടെയാണ് വലിച്ചു കൊണ്ടിരുന്നത്. കേണൽ മൺറോ ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നു. ഓക്കെ, തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നു. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനായിരുന്നു കേട്ടോ കേണൽ മൺറോ. ദെൻ ഫസ്റ്റ് അഹിന്ദുവായ ദിവാൻ. ബ്രിട്ടീഷ് മാതൃകയിൽ ഉള്ള ഭരണസമ്പ്രദായം നടപ്പാക്കി. കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റി. ഓക്കെ, കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റാണ്. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനാണ് ഇദ്ദേഹം. അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ. ഓക്കെ, അടിമ കച്ചവടം നിരോധിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അടി. ഇപ്പം നമുക്ക് ഇവിടുന്ന് അടിയായിട്ട് കണക്ട് ചെയ്യാം. അടിക്കുന്നത് ആരെയാണ്? പല്ലീനെ, ഗൗളീനെയാണ്. അപ്പോൾ ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഉള്ളത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ 2ാമത്തെ പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്, അല്ലേ? കാർത്തിക തിരുനാൾ, അവിട്ടം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ചെറിയ കോഡുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും തിരുവിതാംകൂർ രാജാക്കന്മാരെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും PSCക്കില്ല.
അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, കോഡുകളൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ, ഒരു 2 പ്രാവശ്യം കണ്ടാൽ അത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബൈഹാർട്ടാക്കരുത്. ബൈഹാർട്ടാക്കിയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു.